കിറ്റക്സ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംരംഭമായാണ് 2020 കിഴക്കമ്പലത്ത് ആരംഭിക്കുന്നത്. പിന്നീട് അത് ക്രമേണ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സംഘടനയായി മാറുകയാണ്. ഒരു കോർപ്പറേറ്റ് സംവിധാനം രാഷ്ട്രീയ സംവിധാനമായി മാറുന്നതിലെ എല്ലാ തകരാറുകളും കിഴക്കമ്പലം മോഡലിനുണ്ട്. ദർശനവും തത്വശാസ്ത്രവും പദ്ധതിയും പരിപാടിയും ഇല്ലാത്ത സംഘടന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഭരണത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിൻ്റെ തകരാറാണ് അവിടെ നമ്മൾ കാണുന്നത്. CSR ഫണ്ട് വലിയ തോതിൽ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ചാരിറ്റി പൊളിറ്റിക്സ് നടത്താൻ 2020ക്കായി. ആ ആനുകൂല്യത്തിൽ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാദേശിക രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനും അവർക്കായി. സമകാലിക ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് പുതിയൊരു കാര്യമല്ല. അതിൻ്റെ സൂക്ഷ്മമായ തലത്തിലുള്ള പരീക്ഷണമാണ് കിറ്റക്സിലൂടെ കേരളത്തിൽ നടക്കുന്നത്. പ്രാദേശിക രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഉടമ എന്ന നിലയിൽ സാബു ജേക്കബിന് സർക്കാരിനെ വിമർശിക്കാം. പക്ഷേ അതിന് ഒരു വ്യവസായിയുടെ മൂടുപടം അണിയുന്നതാണ് പ്രശ്നം. CSR ഫണ്ട് നിർബന്ധമായും ചെലവഴിക്കണമെന്നത് കിറ്റക്സിൻ്റെ നിയമപരമായ ബാധ്യതയാണ്. 2020 ഭരിക്കുന്ന ഇടങ്ങളിൽ മാത്രം അത് ചെലവഴിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന കുറുക്കുവഴി വിമർശിക്കപ്പെടേണ്ടതാണെന്ന് RDX കരുതുന്നു. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അധികാരത്തിൻ്റെയും ഉടമാവകാശിയുടെയും ഭാഷയാണ് സാബു M ജേക്കബിൻ്റേത്. രാഷ്ട്രീയത്തിൻ്റെ വ്യവഹാര ഭാഷ ജനാധിപത്യത്തിൻ്റെതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ. ഇവിടെ യാതൊന്നും ശരിയല്ല, കേരളം വ്യാവസായിക സൗഹൃദ ഇടമല്ല എന്നെല്ലാം പറയുമ്പോൾ താങ്കളുടെ പിതാവ് 50 വർഷം ബിസിനസ് നടത്തി ബിസിനസ് വളർത്തി വലുതാക്കിയ ഇടം കൊച്ചു കേരളമാണെന്ന് കൂടി മനസ്സിലുണ്ടാവണമെന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു.